എൻ്റെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു ബ്രോ എന്ന് പറഞ്ഞായിരുന്നു, ബ്രോ 10 മിനിറ്റ് കൊണ്ട് ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താ നമുക്ക് ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് വേഗം പറഞ്ഞേക്കാണ് വീഡിയോയിലോട്ട് പോകാം. ആ ബ്രോക്ക് ഒരു താങ്ക്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോക്കകത്ത് അങ്ങനെ അധികം സംസാരിക്കാൻ പോകുന്നില്ല, കാരണം സ്പീഡ് റൺ പോലെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എന്ത് ലാഗ് അടിച്ചാണ് അത്. സോ നമുക്കിനി അപ്പുറത്തെ ഐലൻഡിലോട്ട് പോകണം. അവിടെ ഒരു നമുക്ക് നല്ലൊരു കേവോ അങ്ങനെ എന്തെങ്കിലും ആദ്യം കണ്ടുപിടിക്കണം. എന്നാൽ നമുക്ക് അയണ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ മരം വെട്ടണം. ബൈ ദ വേ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് സ്മിത്തും എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയും കുറച്ച് അയൺ കിട്ടും. സോ നമുക്ക് പോകാം ഗൈസ്. എനിക്ക് ബ്ലാക്ക് സ്മിത്തിൽ നിന്നൊക്കെ അയൺ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ അയൺ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വിശ്വാസം. നമുക്ക് അതാണെങ്കിൽ ഒരു അയൺകുളത്തിനെയൊക്കെ ഒന്ന് പതുക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വല്ല ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ നോക്കാം ഗൈസ്. ഒട്ടും സമയമില്ല. എനിക്ക് ഇപ്പം തന്നെ കുറച്ച് നേരം എന്ന് തോന്നുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടൈം. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗൈസ്. എങ്ങനെയോ അതിനകത്ത് കയറി വേഗം ഓട്ടെ എല്ലാം വേഗം നമുക്ക് ഫുഡ് എടുക്കാം, ആവശ്യമുള്ള സാധനം എടുക്കാം. അപ്പോൾ ഇവിടെ അധികം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഞാൻ എല്ലാം എടുത്തുകൊണ്ടിരിക്കണം ഗൈസ്. നമുക്ക് സ്വാഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് അധികം സമയമില്ല. ഇപ്പം എത്ര നേരമെന്ന് എനിക്ക് 50 സെക്കൻഡായി, 54 സംതിങ് സെക്കൻഡായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മരം കുറച്ച് വെട്ടിയെടുക്കുക. ഓക്കെ, നമുക്ക് ഈ അയൺകുളത്തിൽ കൊല്ലണം. അപ്പോൾ അയൺകുളത്തിൽ കൊല്ലാൻ നമുക്ക് ബ്ലോക്സ് കുറച്ച് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ കുറച്ച് ഡെർട്ട് എടുക്കാം. നമുക്കൊരു അത്യാവശ്യം ഡെർട്ട് കുറച്ച് മതിയായിരിക്കും, കാരണം നമുക്ക് അയൺകുളത്തിൽ കൊല്ലാൻ എളുപ്പത്തിനാണ് ഈ ഡെർട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ കിപ്പ് ഈ ലെഗിൻസും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. സോ നമുക്ക് അയൺകുളത്തിൻ്റെ അധികം ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. ഇനി അയൺകുളത്തിൽ തപ്പണം ഗൈസ്. ഇങ്ങനെ ഇത് എവിടെയാണെന്നൊരു പിടുത്തമില്ല. ഇവിടെ ഒരു വില്ലേജ് ഒരു ബ്ലാക്ക് സ്മിത്ത് കൂടിയുണ്ട്. സോ അതൊന്നും കൂടി നമുക്ക് കുറച്ചും കൂടി അയൺ കിട്ടി ഗൈസ്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എന്തുണ്ടാക്കാം. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. എനിക്കൊന്നും ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയില്ല. ക്ലിക്ക് മാറിപ്പോയിരുന്നു ഗൈസ്. എന്താണ് ഇങ്ങനെയൊക്കെ ലാഗ് അടിക്കുന്നുണ്ട്, എന്തോ FPS സംതിങ് പ്രോബ്ലം. നമുക്കൊരു ഹെൽമെറ്റ് ഉണ്ടാക്കാം. ജസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് വേഗം അതിനൊരു സമയമില്ല. 10 മിനിറ്റിന് ധാരാളം ഒന്നുമില്ല. ഇപ്പോൾ തന്നെ എനിക്ക് ഒരു പീസ് ആർമർ കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർന്നു തോന്നുന്നു. അതിനോൾസോ അത് അയൺകുളത്തിന് പോകുന്നതിനെ കിട്ടും. ഇനി അയൺകുളത്തിന് കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ മറ്റേ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് താണ്ടിരിക്കുന്ന അയൺകുളം. ഇങ്ങനെ പതുക്കെ തല്ലിയിട്ട് നമുക്ക് ഓടിപ്പോയി ഒരു സ്ഥലം കിട്ടും നോക്കാം. ഓടിക്കൊന്നും നോക്കണ്ട. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 2 മിനിറ്റിൽ കൂടുതലായെന്ന് തോന്നുന്നു, അറിയില്ല. അതിനോൾസോ നമുക്ക് ഇവിടെ നിന്ന് പുള്ളിനെ തട്ടിക്കളയാം പൈസ കൊണ്ട്. ഞാൻ നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. താണ്ടേ വരുന്നു. എന്ത് സ്പീഡാണ് ഇതിന്. ഓക്കെ, ഇനി ഇവിടെ വരും. ഇവിടെ റീച്ച് ആവുന്ന തോന്നുന്നില്ല ഗൈസ്. വലിയ കുഴപ്പമില്ല, റീച്ച് ആവുന്നുണ്ട്. ഇല്ലില്ല, ഇപ്പോഴാണ് റീച്ച് ആവും. ഓക്കെ, ഇനി ഇങ്ങനെ തട്ടിയാൽ മതി. ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അയൺ കിട്ടും. അതും കൊണ്ട് നമുക്ക് ബാക്കി ഫുൾ ആണാണല്ലോ സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ചാപ്പറുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര നേരം ഒന്നും എനിക്കറിയില്ല. ഇപ്പം തന്നെ ഫുൾ ആണാർ സെറ്റാക്കി ഒരു വിധത്തിൽ. ആൻഡ് ഓൾസോ ജസ്റ്റ് ലൈറ്റും കൂടി ആക്കി കഴിഞ്ഞാൽ ഫുൾ ആണാർ സെറ്റായി. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട, വീഡിയോയിലേക്ക് മറക്കണ്ട. ടാറ്റ ബൈ ബൈ.